നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ദീർഘകാലം സമരം നടന്നത് സ്ത്രീയുടെ പൗരത്വത്തിന് വേണ്ടിയാണ്, സ്ത്രീയുടെ വോട്ടവകാശത്തിന് വേണ്ടിയാണ്, അവളെ ഒരു വ്യക്തിയായി കാണുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ഫ്യൂഡൽ കാലഘട്ടങ്ങളിൽ സെർഫിനെ പോലെ, സെർഫ് എന്ന് പറയുന്നത് സ്ലേവ് പോലുമല്ല, അടിമ പോലുമല്ല. സെർഫ് എന്ന് പറയുന്നത് ഭൂമിയോടൊപ്പം കച്ചവടം ചെയ്യേണ്ടതാണ്. നമ്മളൊരു ഭൂമി വിൽക്കുമ്പോൾ അതിലെ തെങ്ങിന് വേറെ വിലയിടാറില്ല, അതിലെ മാവിന് വേറെ വിലയിടില്ല, അത് വേറെ വിൽക്കുന്നതല്ല. മറിച്ച് ആ ഭൂമി വിൽക്കുമ്പോൾ അതിനോടൊപ്പം കച്ചവടം ചെയ്യുന്നതാണ് ഇതെല്ലാം. അതുപോലെയായിരുന്നു സെർഫ് എന്ന് പറയുന്ന ജീവികളുടെ, മനുഷ്യജീവികളുടെ അവസ്ഥ. അതേ നിലവാരമായിരുന്നു സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുത്തത്. അവൾക്ക് സ്വത്തിനുള്ള അവകാശമില്ല, അവൾക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല, അവൾക്ക് മുട്ടിന് താഴേക്ക് ഇറക്കമുള്ള ഡ്രസ്സ് അണിയാൻ അവകാശമില്ല. യൂറോപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉടുപ്പണിയുന്ന സ്ത്രീക്ക് മുട്ടിന് താഴേക്ക് ഇറക്കമുള്ള വസ്ത്രമണിയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന യൂറോപ്യൻ കാലഘട്ടം. അതേസമയം കേരളത്തിൽ വ്യത്യസ്തമല്ല. കേരളത്തിൽ മറ്റൊരു രീതിയിലാണ് നിലനിന്നിരുന്നത്. മാറുമറിക്കാൻ കഴിയാത്തവരാക്കി സ്ത്രീകളെ മാറ്റി. അവൾക്ക് സ്വത്തവകാശമുണ്ടായിരുന്ന, മരുമക്കത്തായത്തിലൂടെ സ്വത്തവകാശമുണ്ടായിരുന്ന സ്ത്രീകളെ പോലും തറവാട്ടമ്മമാരെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന, ഓമന പേരിട്ട് വിളിക്കുന്ന തറവാട്ടമ്മമാര് ഒരു മൂലക്കിരിക്കുകയും വീട്ടിലെ കാരണവർ എന്ന് പറയുന്ന പുരുഷൻ ഇതെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്.